സംസ്ഥാനത്തെ ഭാരത് അരി വിതരണം രാഷ്ട്രീയ മുതലെടുപ്പെന്ന നിയമസഭയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയുടെ ചിത്രം അനുവദിക്കില്ല. റേഷൻ കടകളെ ബ്രാൻഡിംഗ് ആക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം തിരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചതാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. എന്നാൽ അരി വിതരണത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് അറിയില്ലെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാനത്തെ പൊതുവിതരണം വഴിമുട്ടി നിൽക്കുമ്പോഴാണ് കേന്ദ്രം 29 രൂപ നിരക്കിൽ അരി വിതരണം നടത്തിയത്. എന്നാൽ ഇതിനെ രാഷ്ട്രീയം പറഞ്ഞ് എതിർക്കുകയാണ് സർക്കാർ. അരി വിതരണത്തിൽ രാഷ്ട്രീയമുണ്ടെന്നും നരേന്ദ്രമോദിയുടെ ചിത്രവും സെൽഫി പോയിന്റും വെച്ചുള്ള റേഷൻ കടകളെ ബ്രാൻഡാക്കാനുള്ള നീക്കം അനുവദിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സർ, ദീർഘകാലമായി റേഷൻ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അതിൻ്റെ ഭാഗമായി റേഷൻ കടകളും നിലനിൽക്കുന്നുണ്ട്. ഇതേവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രചരണ പരിപാടിയാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ തീർച്ചയായും ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ളതാണ്. ഈ കാര്യം കാണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ തന്നെ ഇത് ശരിയല്ല എന്നറിയിക്കും, ഇതിവിടെ നടപ്പാക്കാൻ വിഷമമാണെന്നും അറിയിക്കും. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഇത് അറിയിക്കാൻ പറ്റില്ലേ എന്നുള്ളതും പരിശോധിക്കും. കേന്ദ്രത്തിന് ഇക്കാര്യം അറിയിച്ച് കത്തെഴുതുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം സമീപിക്കുമെന്നും മുഖ്യമന്ത്രി പറയുമ്പോഴും അരി വിതരണത്തിൽ രാഷ്ട്രീയമുണ്ടോ എന്ന് അറിയില്ലെന്നാണ് വകുപ്പ് മന്ത്രിയുടെ സഭയിലെ പ്രതികരണം. ഇതൊരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഇത് തന്നെ കേരളത്തിലെ ഗവൺമെന്റ് ഏജൻസിയിലൂടെ സപ്ലൈകോയിലൂടെയാണ് നൽകിയിരുന്നെങ്കിൽ നമുക്ക് 25 രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുമായിരുന്നു. 25 രൂപ നിരക്കിൽ കൊടുക്കാൻ കഴിയുന്ന അരിയാണ് 29 രൂപ നിരക്കിൽ കൊടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നത്. ഇത് കേന്ദ്ര ഗവൺമെന്റ് രാഷ്ട്രീയമായിട്ടാണോ ഇത്തരം നിലപാടുകൾ സ്വീകരിക്കുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സാർ. സർക്കാർ രാഷ്ട്രീയമായി ഭാരതരിയെ കാണുമ്പോഴും വലിയ സ്വീകാര്യതയാണ് സംസ്ഥാനത്ത് ഭാരതരിക്ക് ലഭിക്കുന്നത്. ജനം, തിരുവനന്തപുരം.